ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2026 സെപ്റ്റംബർ മാസഫലം മിഥുന കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, അതുപോലെ പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്കും അതുപോലെ മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാണ് സെപ്റ്റംബർ മാസം എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ മിഥുന കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എന്ന് പരിശോധിക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ, മിഥുന രാശി എന്ന് പറയുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ബുധനാണ്. ആ ബുധൻ സെപ്റ്റംബർ 7-ന് 4-ാം ഭാവരാശിയിലേക്ക്, ബുധൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുകയാണ്. സൂര്യനാണെങ്കിൽ സെപ്റ്റംബർ 17-ന് 4-ലേക്ക് രാശി മാറുന്നു. അതുപോലെ ചൊവ്വ സെപ്റ്റംബർ 18-ന് ജന്മരാശിയിൽ നിന്നും 2-ലേക്ക് നീചരാശിയിലേക്ക് രാശി മാറുന്നു. ഗുരു 2-ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നു. ശുക്രനാണെങ്കിൽ സെപ്റ്റംബർ 2-ന് 5-ലേക്ക് രാശി മാറുന്നു. ശനി 10-ൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. രാഹു 9-ലും കേതു 3-ലും സ്ഥിതി തുടരുന്നു. അതായത് ശുക്രൻ, ബുധൻ, സൂര്യൻ, കുജൻ ഈ 4 ഗ്രഹങ്ങൾക്കാണ് പ്രധാനമായിട്ടും സെപ്റ്റംബർ മാസത്തിലെ രാശിമാറ്റങ്ങൾ വരുന്നത്. നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും ഈ മിഥുന കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപൻ ബുധനാണ്. ആ ബുധൻ ആദ്യവാരം 3-ലും അതിനുശേഷം 4-ല് ഉച്ചരാശിയിലേക്കുമാണ് രാശി മാറുന്നത്. 5-ല് ശുക്രൻ ബലവാനാണ്. അപ്പോൾ പൊതുവെ ആരോഗ്യസ്ഥിതി വളരെ ഫേവറബിളാണ്. ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ കൂടുന്ന സമയമാണ്. ആദ്യ പകുതി ചൊവ്വ ജന്മരാശിയിലാണ്. അപ്പം ഊർജ്ജസ്വലത, ഉത്സാഹമൊക്കെ കൂടുന്ന സമയമായിരിക്കും. പക്ഷേ ജന്മരാശിയിലൊക്കെ ചൊവ്വ നിൽക്കുമ്പോൾ അല്പം അഗ്രസീവായിട്ടുള്ള ഒരു എനർജി കൂടാനിടയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 18 മുതൽ നീചരാശിയിലേക്ക് മാറുകയാണ്. അത് പ്രത്യേകിച്ച് അതുപോലെ തന്നെ 8-ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം കൂടിയാണ്. അപ്പം അത് പൊതുവേ നമുക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ടൈമിലി ട്രീറ്റ്മെൻറ്റിലൂടെ റിക്കവറി, സഡൻ ആയിട്ടുള്ള റിക്കവറി, അതുപോലെ റിലീഫ് കിട്ടുന്നതിന് സഹായകമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ എന്ന് പറയുന്ന അത് ഗുരുവാണ്. ആ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 2-ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്. അതായത് കർമ്മഭാവാധിപൻ ഉച്ചസ്ഥിതനാണ്. കർമ്മസ്ഥാനത്ത് ശനിയുണ്ട്. കർമ്മകാരകനാണ് ശനി. വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. ബുധനും അവസാനത്തെ പകുതി സൂര്യനും ഈ പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 2-ല് എന്ന് പറയുമ്പോൾ 10-ാം ഭാവത്തിൻ്റെ 5-ാം ഭാവരാശിയാണ് ഈ 2 എന്ന് പറയുന്നത്. അവിടെ ഗുരു ഉച്ചസ്ഥിതനാണ് എന്നുള്ളത് കൊണ്ട്, അതുപോലെ ആ ഗുരു ഉച്ചരാശി നിന്നുകൊണ്ട് 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ 10-ാം ഭാവാധിപൻ 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് തൊഴിലിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം സാധ്യമാകും എന്ന് തന്നെ പറയാം. അപ്പോൾ കർമ്മകാരകനായിട്ടുള്ള ശനി 10-ൽ വക്രത്തിൽ വരിക വഴി നമുക്ക് കർമ്മസംബന്ധമായ കാര്യങ്ങൾ നമ്മൾ അവലോകനം ചെയ്യുന്ന സമയമായിരിക്കും. നമ്മൾ കർമ്മ മേഖലയിൽ നമുക്ക് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ പരിശോധിച്ച് അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടാകും. 10-ാം ഭാവാധിപൻ 10-ൽ ദൃഷ്ടി ചെയ്യുകയും കർമ്മകാരകനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അവർ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയൊക്കെ ചെയ്യുന്ന സമയമായതുകൊണ്ട് അത് വളരെ ഗുണാനുഭവം തൊഴിലിടത്ത് ഉണ്ടാക്കും. മാത്രമല്ല സൂര്യനും ബുധനും ഒക്കെ തന്നെ 10-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് തൊഴിലിടത്ത് നമ്മളെ പ്രായോഗിക ബുദ്ധി, നമ്മളെ പ്രാക്ടിക്കൽ സ്കില്ലൊക്കെ പ്രകടമാക്കാൻ കഴിയുന്ന സമയമാണ്. പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ചില മേഖലകളിൽ ഇപ്പോൾ മാനേജ്മെൻറ്റ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർ, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, IT എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് അധ്യാപകർക്ക്, അതുപോലെ അഡ്വൈസറി വർക്ക് ചെയ്യുന്നവർ ഇത്യാദി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണെന്ന് മനസ്സിലാക്കുക. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവസരങ്ങൾ ഉണ്ടാകും. തൊഴിൽ ലഭിക്കാൻ അനുകൂല സാഹചര്യമാണ്. വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാർക്ക്
ഇപ്പം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 2-ലെ ഉച്ചനാണ്. ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ സെപ്റ്റംബർ 7 മുതൽ സുഖസ്ഥാനത്ത് ഉച്ചസ്ഥനായിട്ട് വരുന്നുണ്ട്. 11-ാം ഭാവാധിപനായ ചൊവ്വ ജന്മരാശിയിലും അതിനുശേഷം ധനസ്ഥാനത്തും സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ബിസിനസ്സിൽ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയം എന്ന് പറയാം. അതായത് പ്രത്യേകിച്ച് ഈ കുടുംബ ബിസിനസ്സിലൊക്കെ വളരെ നമുക്ക് ഫോക്കസ് കൂടാവുന്ന സമയമാണ്. ബിസിനസ് പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമാകും. അതുപോലെ വരുമാന വർധനവിന്, അതുപോലെ ബിസിനസ്സിലെ പ്രോഫിറ്റ് വർദ്ധിക്കുന്നതിനൊക്കെ സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള പ്ലാന്, ബിസിനസ് വിജയിപ്പിക്കുന്നതിനുള്ള സ്ട്രാറ്റജിയൊക്കെ തയ്യാറാക്കുന്നതിനും അനുകൂല സമയമാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴിയൊക്കെ നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ, ആ ബുധൻ ആദ്യവാരം 3-ല് അതിനുശേഷം 4-ല് സഞ്ചരിക്കുന്ന സമയമാണ്. സെപ്റ്റംബർ 7 മുതൽ ബുധൻ വിദ്യാകാരകൻ ഉച്ചരാശിയിലേക്ക് രാശി മാറുകയാണ്. അതുപോലെ ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു 2-ൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 5-ൽ തന്നെ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം പഠനത്തിലൊക്കെ ഫോക്കസ് കൂടാവുന്ന സമയമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി. പരീക്ഷകളിലൊക്കെ ഉയർന്ന വിജയം സാധ്യമാകും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു, വിദ്യാകാരകനായിട്ടുള്ള ബുധനൊക്കെ ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ നമ്മൾ ഇൻ്റലക്ച്വൽ തലത്തിലൊക്കെ തിളങ്ങാൻ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. 9-ൽ രാഹുവുണ്ട്. 9-ാം ഭാവാധിപനായിട്ടുള്ള ശനി 10-ൽ വക്രത്തിൽ ആണ്. അപ്പോൾ ഉന്നത പഠനം വിദേശത്തേക്ക് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ്. പുത്തൻ കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷനൊക്കെ ലഭിക്കുന്നതിനും സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ ധനസ്ഥാനത്ത് ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയാണ്. അതായത് ധനഭാവത്തിലാണ് ഗുരു, ധനകാരകനായിട്ടുള്ള ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നത്. 11-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ സെപ്റ്റംബർ 17 വരെ ജന്മരാശിയിലുണ്ട്. 18 മുതൽ ആ ചൊവ്വ ധനസ്ഥാനത്തേക്ക് രാശി മാറുന്നു. അപ്പോൾ കരിയർ തലത്തിൽ, ബിസിനസ് തലത്തിൽ, പാർട്ട്ണർഷിപ്പ് തലത്തിൽ, സ്പെക്കുലേറ്റീവ് തലത്തിൽ, റിയൽ എസ്റ്റേറ്റ് തലത്തിൽ, അതുപോലെ നമുക്ക് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള തലത്തിൽ അതുവഴിയൊക്കെ തന്നെ നമുക്ക് ധനവരവ് കൂടാൻ സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് സമ്പാദ്യം വർദ്ധിക്കുന്നതിനോ ബാങ്ക് ബാലൻസ് കൂടുന്നതിനോ ഒക്കെ 2-ലെ ഗുരുവിൻ്റെ ഉച്ചസ്ഥിതി സഹായകമാകും. ഭാവിയിൽ ധനനേട്ടം കിട്ടത്തക്ക എന്തെങ്കിലും സ്കീമുകളിലൊക്കെ ചിലപ്പോൾ പണം നിക്ഷേപിക്കുന്നതിനൊക്കെ ചിലർക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ജോയിൻ്റ് അസറ്റുകൾ പുനഃവിന്യാസം നടത്തി ധനനേട്ടത്തിനുള്ളൊരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകും. അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിനുള്ളൊരു ശ്രമം പ്രത്യേകിച്ച് ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 2-ല് ഉച്ചസ്ഥനാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കുടുംബത്തിൽ വിവാഹ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയം എന്ന് പറയാം. ബന്ധുക്കളിൽ നിന്നൊക്കെ ചിലപ്പോൾ വിവാഹ ആലോചനകൾ വന്നേക്കാം. അപ്പോൾ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ 5-ാം ഭാവാധിപനായ ശുക്രൻ 5-ൽ തന്നെ ബലവാനാണ്. അത് കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവം ഉണ്ടാക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. കമിതാക്കൾക്ക് അവരുടെ ബന്ധമൊക്കെ ദൃഢമാകുന്ന സമയം എന്ന് പറയാം. അതുപോലെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ 5-ലേക്ക് വരുന്നുണ്ട്. അത് കുജനും അതുപോലെ ശുക്രനും ഒക്കെ ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും പ്രണയചിന്തകളുടെ ഒരു സമയം എന്ന് തന്നെ പറയാം. മാരിറ്റൽ റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ അത് ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം. പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് കുടുംബത്തിൽ സ്വാധീനം കൂടാവുന്ന സമയമാണ്. ഇപ്പോൾ വക്രശനിയൊക്കെ പ്രത്യേകിച്ച് 7-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ആദ്യപതി ചൊവ്വയും 7-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ദമ്പതിമാർക്കിടയിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ അവലോകനം ചെയ്ത് അവ പരിഹരിക്കുന്നതിന് ഒക്കെ ഉള്ള ഒരു അനുകൂല സ്ഥിതി കാണിക്കുന്നുണ്ട്. കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതമാണ് കാണുന്നത്. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ 4-ൽ ഉച്ചരാശിയിലാണ് വരുന്നത്.
എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഫാമിലിയിലൊക്കെ കമ്മിറ്റ്മെൻറ്റ് കൂടും. അപ്പോൾ അതുപോലെ വീട്, വാഹനം, വസ്തു വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. 4-ാം ഭാവാധിപൻ 4-ൽ ഉച്ചസ്ഥനായിട്ട് വരുന്ന സമയം. അതേസമയം അങ്ങനെ കുടുംബത്തിൽ നമുക്ക് സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിൽ തന്നെയും ശനിയുടെ ദൃഷ്ടി 4-ലുണ്ട്, ചൊവ്വയുടെ ദൃഷ്ടി 4-ലുണ്ട്. ആദ്യ പകുതിയൊക്കെ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ 4-ൽ വരുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ പകുതി സൂര്യൻ്റെ രാശിമാറ്റം 4-ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചൊവ്വയും സൂര്യനും അതുപോലെ ശനിയും ഒക്കെ തന്നെ 4 ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് കുടുംബത്തിൽ ചിലപ്പോൾ അല്പം അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട്. അത് ബന്ധുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അല്പം കെയർ വേണം. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ഫാമിലി തലത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവയിലൊക്കെ ഒന്ന് കെയർ കൊടുത്ത് പോകാമെങ്കിൽ കുടുംബജീവിതം സന്തോഷകരമാക്കാൻ കഴിയും എന്ന് തന്നെ പറയാം. ഇനി സെപ്റ്റംബർ 3, 4, 17, 18, 21, 22, 23 ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ഈ കുറുകാർ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. അതായത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലമാണ്. അപ്പോൾ ഈ കുറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് മാത്രമേ മിഥുന ലഗ്നം വരികയുള്ളൂ. അപ്പോൾ മറ്റുള്ളവർക്ക് മറ്റു ലഗ്നരാശികൾ വരാം. അപ്പം മിഥുന കൂറിൽപ്പെടുന്ന മിഥുന ലഗ്നക്കാരല്ലാതെ മറ്റു ലഗ്നരാശികൾ വന്നിട്ടുള്ളവർ അവരുടെ ലഗ്നരാശി ഏതെന്ന് കണ്ടെത്തി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിലെ പൊതു ഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി വെച്ചുള്ളൊരു ഫലമാണ്. അതേസമയം ജാതകത്തിലെ ഗ്രഹസ്ഥിതി വളരെ പ്രധാനമാണ്. ഇപ്പോൾ നടക്കുന്ന ദശ, ഇപ്പോൾ നടക്കുന്ന അപകാരം, ഇപ്പോൾ നടക്കുന്ന ഛിദ്രം, ഇത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളേതാണോ അതോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളേതാണോ എന്നുള്ളതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരാം. അത് നമുക്ക് ജാതക ചിന്തയിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.